ഹലോ ഹായ്. അപ്പോൾ ഇതാ നമ്മുടെ ഉത്രാട ദിവസം എത്തിയിട്ടുണ്ട് കേട്ടോ. ഉത്രാടം എന്ന് പറയുമ്പോൾ തന്നെ ഉത്രാട പാച്ചിൽ എന്നാണല്ലോ പറയുന്നത്. അതിൻ്റെ തിരക്ക് തിരുവോണത്തിനായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് നേരെ പൂവിടാൻ വേണ്ടി വന്നതാണ് കേട്ടോ. സുന്ദരിയായിട്ട് ഇരിക്കുന്നുണ്ട്. സുന്ദരിയായോ എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത്. സെറ്റ് സാരി കൊടുത്തത് ആർഭാടത്തിനാണോ എന്ന് പലരും വിചാരിക്കും. പക്ഷേ ആർഭാടം ഒന്നല്ല കേട്ടോ. നമുക്ക് മനസ്സിന് സന്തോഷം തോന്നുന്ന കാര്യങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ ആ ദിവസങ്ങളിലൊക്കെ സെറ്റ് സാരിയൊക്കെ കൊടുത്ത് ആ ദിവസം തീരുന്നവരെ ഇരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ സാധിച്ചിട്ടില്ല കേട്ടോ. കാരണം ഇത് കഴിഞ്ഞ ഉടനെ നമ്മൾ അടുക്കളയിലേക്ക് കയറണം. പൂവിട്ട് കഴിഞ്ഞാൽ ചായേൻ്റെ ഒരുക്കങ്ങളായി, പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഒരുക്കങ്ങളായി. അപ്പോൾ ഇതൊന്നും ഇട്ടിട്ട് നിൽക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾക്കറിയാലോ, എല്ലാ അമ്മമാർക്കും വീട്ടിൽ ഉള്ള സ്ത്രീകൾക്കൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. അപ്പോൾ അതിനുശേഷം ഞാനിത് അയച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയിൽ നമ്മൾ പൂവൊക്കെ ഇട്ട് തീർത്തിട്ടുണ്ട് കേട്ടോ. എന്തൊരു ഭംഗിയല്ലേ പൂ കാണാൻ വേണ്ടി. ഞാനിട്ടതുകൊണ്ട് പറയുന്നല്ല കേട്ടോ, പൂവിട്ട ഭംഗിയല്ല ഞാൻ പറയുന്നത്. പൂവിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലോ, അതൊരു വല്ലാത്ത എന്താ പറയുക, നമുക്ക് വേറെ എവിടെ നിന്നും കിട്ടാത്തൊരു സന്തോഷമാണല്ലേ. കാരണം ഒരമ്പലത്തിൽ പോയാൽ, നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിനൊരു സമാധാനം കിട്ടേണ്ടിയിട്ടും അല്ലേ, അതിന് വേണ്ടിയിട്ടല്ലേ അമ്പലത്തിൽ പോകുന്നത്. അപ്പോൾ ആ ഒരു സമാധാനം ഈ പൂവിടുന്ന സമയത്ത് കിട്ടുന്നുണ്ട് കേട്ടോ. സത്യം പറയാലോ, അത് ഇട്ടവർക്ക് അറിയാം. ഇടാത്തവരെ എനിക്കറിയില്ല, അവർക്ക് എത്രത്തോളം അതറിയാൻ പറ്റുമെന്ന് അറിയില്ല. ഇടുന്നവർ, വർഷത്തോളം ഈ പൂവിടുന്നവർക്ക് അറിയാൻ പറ്റും അതിൻ്റെ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ. നമുക്ക് ദൈവം തോരാ സമയത്ത് നമുക്ക് കിട്ടുന്നൊരു സുഖം, മനസമാധാനം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത്രയും ഈശ്വര കടാക്ഷം എന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ട ഒരു ഫീലിങ്സാണ് കേട്ടോ ഈ അത്തപ്പൂക്കൾ ഇടുമ്പം കിട്ടുന്നത്. പിന്നെ അതിന് ശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, പിന്നെ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒരുപാട് സമയമെടുത്തിട്ടാണ് കേട്ടോ ഈ പൂവിട്ടത്. ഇതിപ്പോൾ വീഡിയോയിൽ അത്ര മാത്രമല്ലേ നമുക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റൂ. അപ്പോൾ അതിന് ശേഷം പിന്നെ ഉച്ചക്കത്തെ തിരക്കും കാര്യങ്ങളൊക്കെ അത് വേറൊരു വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ലേറ്റായിപ്പോയി തോന്നുന്നു വീഡിയോ ഇട്ടപ്പോൾ, നമ്മൾ തിരക്കും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണേ.